പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേർന്ന് കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട സെൻട്രൽ കമ്മിറ്റിയുടെ റിവ്യൂ റിപ്പോർട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടും പാർട്ടി മെമ്പർഷിപ്പ് സ്ക്രൂട്ടിനി സംബന്ധിച്ചുള്ള പരിശോധനയും സഖാവ് എം.എ. ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ സഖാവ് പിണറായി വിജയൻ, സഖാവ് എ. വിജയരാഘവൻ തുടങ്ങിയ പി അംഗങ്ങൾ കൂടി പങ്കെടുത്ത് ചേരുകയുണ്ടായി. സഖാവ് CS സുജാതയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. നേരത്തെ വിശദീകരിച്ചതുപോലെ സംസ്ഥാന കമ്മിറ്റിയുടെ വിപുലീകൃത യോഗം സെപ്റ്റംബർ 13, 14, 15 തീയതികളിലായി കോഴിക്കോട് വെച്ച് നടത്തുന്നതിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. കേരളത്തിലെ പാർട്ടി മേലെ മുതൽ താഴെ വരെ പാർട്ടി സംഘടന എന്ന നിലയിലും പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും അല്ലാത്തവരുമായ കേരളീയരായ 10,000-കണക്കിന് ആളുകളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പാർട്ടിയുടെ മുമ്പിൽ ഉയർന്ന് വന്നു കഴിഞ്ഞിട്ടുള്ളത് പരിശോധിച്ച് റിവ്യൂ റിപ്പോർട്ട് താഴെത്തലം വരെ അവതരിപ്പിച്ച് സ്വാംശീകരിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ചേർത്ത് ഇനി അങ്ങോട്ട് പാർട്ടിയെ നയിക്കാൻ അടിമുടി ആവശ്യമായ മാറ്റം സംഘടനാപരവും പ്രത്യയശാസ്ത്രപരമായ മേഖലയിൽ ഉൾപ്പെടെ വളരെ ഫലപ്രദമായ നിലയിലുള്ള ഒരു ഇടപെടൽ നടത്താനാണ് ഈ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി കൊണ്ട് പാർട്ടി ഉദ്ദേശിക്കുന്നത്. പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള പാർട്ടി ഇടപെടൽ ശക്തിപ്പെടുത്താനും വിപുലീകരിക്കാനും ഊർജ്ജസ്വലമായി മുന്നോട്ടേക്ക് നയിക്കാനും സാധിക്കുന്ന ഒരു പുതുക്കി പണിയുന്ന രീതി ഈ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലൂടെ പാർട്ടി ലക്ഷ്യമിടുകയാണ്. പാർട്ടിയുടെ സർവതല സ്പർശിയായ മേഖലയിൽ ഇടപെട്ട് ജനങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തി അതിവേഗം പാർട്ടിക്ക് കേരളത്തിൽ ശക്തിയായ മുന്നേറ്റം സൃഷ്ടിക്കാനാവുന്ന തരത്തിലുള്ള ബഹുജന സംഘടനകളുടെയും വർഗസംഘടനകളുടെയും എല്ലാ തരത്തിലുള്ള പാർട്ടി പ്രവർത്തനവും ശക്തിപ്പെടുത്താൻ ഈ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിലൂടെ സാധിക്കും എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള വളരെ ഗൗരവമുള്ള ഒരു സംഘടനാ പരിശോധനയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രപരമായ ഉള്ളടക്കത്തെ പാർട്ടിയിലുടനീളം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും ഇതിൻ്റെ കൂടെ പാർട്ടി സംഘടിപ്പിക്കും. ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യം സംഘപരിവാർ ശക്തികൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒന്നാണ് എന്നെല്ലാവർക്കും അറിയാം. രാജ്യത്തെ കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ ഡൽഹി ജന്തർ മന്ദിറിൽ CJPയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച
വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ചരിത്രത്തിൻ്റെ താളുകളിൽ ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ആ സമരത്തെ അടിച്ചമർത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ചാണ് പുതിയ തലമുറ സമരം തുടരുന്നത്. പുതിയ തലമുറയെ പറ്റിയുള്ള നമ്മുടെ ധാരണ ഒരു വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പൊതുബോധം, അവർ രാഷ്ട്രീയമുള്ളവരല്ല, അവർ അരാഷ്ട്രീയവാദികളാണ്, അവർ ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ആരോപണമായിരുന്നു പൊതുവെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ പലരും മുന്നോട്ടേക്ക് വെച്ചത് ഈ വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട്. എന്നാൽ അതല്ല, എത്ര ശക്തമത്തായ അടിച്ചമർത്തലുകളുണ്ടായാലും അവർ മുന്നോട്ടേക്ക് വെച്ച രാഷ്ട്രീയ മുദ്രാവാക്യം തന്നെ, അതുമായി ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുമെന്ന് പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അവരോടൊപ്പം ചേർന്ന യുവാക്കളും സജീവമായിട്ട് മുന്നോട്ടേക്ക് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാജ്യത്തെമ്പാടും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ കുട്ടികൾക്ക് നേരെ, യുവാക്കൾക്ക് നേരെ നടന്ന കടന്നാക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നീറ്റ് പരീക്ഷ വലിയ രീതിയിലുള്ള കൃത്രിമം നടത്തി പരീക്ഷ തന്നെ റദ്ദാക്കേണ്ടി വന്ന സന്ദർഭത്തിൽ സമ്മർദ്ദം സഹിക്കാതെ 20ലധികം കുട്ടികളാണ് കേരളത്തിലുൾപ്പെടെ ആത്മഹത്യ ചെയ്തത്. അതിനിടയാക്കിയ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന മുദ്രാവാക്യമാണ് ഈ വിദ്യാർത്ഥികളും യുവാക്കളുമെല്ലാം മുന്നോട്ടേക്ക് വെക്കുന്നത്. അതിനെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ, സമീപകാലത്തൊന്നും ഡൽഹി കാണാത്ത രീതിയിലുള്ള പട്ടാളത്തെയും സായുധ സൈന്യത്തെയും വിഭാഗങ്ങളെയും അർദ്ധസൈനിക വിഭാഗത്തെയും എല്ലാം യോജിപ്പിച്ച് അണിനിരത്തിക്കൊണ്ടാണ് നരനായാട്ട് കേന്ദ്ര സർക്കാർ സംഘപരിവാർ വിഭാഗം നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് നേരെ നടന്ന ഈ ശക്തിയായിട്ടുള്ള കടന്നാക്രമം ഇന്ത്യൻ ജനാധിപത്യ മനസ്സിനെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സമരമുഖത്ത് വന്ന ഈ കുട്ടികളും യുവാക്കളും സഹിച്ച ത്യാഗത്തെ സംബന്ധിച്ചുള്ള ഇന്ത്യയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തു നിന്ന് വന്ന ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെൺകുട്ടികൾ ഉൾപ്പെടെ സമരമുഖത്തുള്ള നിരവധി ആളുകൾക്ക് നേരെ കടന്നാക്രമണം നടന്നു. ഒരു കുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. 21 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി. പോലീസ് അതിക്രമത്തിനെതിരായി സാംസ്കാരിക പ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരും എല്ലാം ശക്തിയായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ മമ്മൂട്ടി, മഞ്ജു വാര്യർ, ദുൽഖർ സൽമാൻ, വിസ്മയ മോഹൻലാൽ, ടോവിനോ തോമസ്, ആസിഫ് അലി, ജോജു ജോർജ്, ഭാവന, കുഞ്ചാക്കോ ബോവൻ, ഇന്ദ്രജിത്ത് തുടങ്ങി സാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്ന ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും എല്ലാ മേഖലയിലുമുള്ള വിവിധ തലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രഗത്ഭ വ്യക്തികൾ സമരവുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു പുതിയ രീതിയാണ് നമ്മൾ ഇന്ത്യയിൽ കാണുന്നത്. സോനം വാങ്ചുക്കിൻ്റെ നിരാഹാരം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്.
ഇത്തരം പ്രതിഷേധവുമായിട്ട് വരുന്ന സാംസ്കാരിക പ്രവർത്തകർക്കും അതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തിനുമെതിരായി സംഘപരിവാർ വിഭാഗം രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലും ചിലർക്കെതിരായി അവരുടെ വീടുകളിലേക്ക് പ്രകടനം നടത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. തൃശ്ശൂരൊക്കെ ജനങ്ങൾക്കൊപ്പം അണിനിരക്കുന്ന പ്രതിബദ്ധത കാണിക്കുന്ന ആളുകൾക്കെതിരായിട്ട്, ഈ പ്രശസ്ത വ്യക്തികൾക്കെതിരായി സംഘപരിവാർ നടത്തുന്ന ഭീഷണിയെ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിന് കേരളത്തിന് സാധിക്കും. ആ പ്രതിരോധം കേരളത്തിൽ ശക്തിയായിട്ട് രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെമ്പാടും നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ CPIM സംസ്ഥാന കമ്മിറ്റി അഭിവാദ്യം ചെയ്യുകയാണ്. അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിവിധ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ നൽകാൻ CPIM തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. വളരെ വിചിത്രമായ മറ്റൊരു സംഭവം, VD സതീശൻ ഈ സമരത്തിൻ്റെ ഒപ്പം അവസാനമാണ്. ആദ്യമൊന്നും കോൺഗ്രസ് ഒരു ശക്തിയായ നിലപാട് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഈ സമരം BJPയുമായിട്ടുള്ള ഒരൊത്തു ചേർന്നുള്ള ഒന്നാണ് എന്ന് പരസ്യമായി പറയുകയും ചെയ്തിട്ടുള്ളതാണെങ്കിലും അവസാന ഘട്ടം അവർക്ക് ഡൽഹിയിൽ നടന്ന ഈ വിദ്യാർത്ഥി വേട്ട, യുവജന വേട്ടയോടെ നിൽക്കക്കള്ളിയില്ലാതൊരു സാഹചര്യം വന്നപ്പോഴാണ് അവരും രംഗത്തിറങ്ങിയിട്ടുള്ളത്. നല്ലത് തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യ കൂട്ടുകെട്ടെല്ലാം ഒറ്റക്കെട്ടായിട്ട് പാർലമെൻറ്റ് അംഗങ്ങൾ ഇന്നലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ മാർച്ചായിട്ട് പോയി പ്രതിജ്ഞ ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടു. നല്ലത് തന്നെയാണ്. പക്ഷെ വിചിത്രമായ കാര്യം, VD സതീശൻ രാഹുൽ ഗാന്ധിയോടൊപ്പം ആദ്യത്തെ തന്നെ ദിവസത്തെ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങി കേരളത്തിലെത്തിയപ്പോൾ കേന്ദ്രം സ്വീകരിക്കുന്ന അതേ നിലപാട് ഇവിടെയും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തുന്ന ശ്രമം ഒരിക്കലും കേരളം അംഗീകരിക്കുന്നതല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഗായകൻ വേടൻ, റാപ്പർ ഗായകനാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വേടനെ. വേടൻ്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടത്തിയ പ്രതിഷേധ പരിപാടിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായും കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതാവിൻ്റെ ഒപ്പം നിന്ന് സമരം നടത്തുക, നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് പിന്മാറിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആ സമരത്തിൽ പങ്കാളി തന്നെയാണ്. പക്ഷെ ഇവിടെ വന്ന് വേടൻ മാത്രമല്ല, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ തന്നെ ഫുട്ബോൾ മേഖലയിൽ ശ്രദ്ധേയനായ CK വിനീത്, അതുപോലെ തന്നെ ഗായകൻ അലോഷി, എഴുത്തുകാരി നവമി, വേടൻ്റെ ഭാര്യയാണ്, തുടങ്ങിയവർക്കെല്ലാം എതിരായി ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ സാംസ്കാരിക കേരളത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ആളുകളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രതികരണത്തോടൊപ്പം പ്രായോഗികമായിട്ട് പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പാട്ടുപാടിയതിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കുന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്തിരിയണം എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. രാഷ്ട്രീയ വിലയിരുത്തൽ കഴിഞ്ഞ 2 മാസക്കാലം UDF അധികാരത്തിൽ വന്ന് അതിനുശേഷമുള്ള 2 മാസക്കാലം പൊതുവായിട്ട് വിലയിരുത്തിയാൽ
കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ തകർക്കുന്ന വിധം BJPയുടെ നയങ്ങളുമായി UDF സർക്കാർ മുമ്പോട്ടേക്ക് പോകുന്ന ചിത്രമാണ് കാണാൻ സാധിക്കുന്നത്. BJPയുമായുള്ള UDFൻ്റെ ബന്ധം അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് 30 മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ UDFന് അനുകൂലമായിട്ട് നൽകിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അവർക്ക് ഈ വിജയമുണ്ടാക്കാനായത് എന്ന് ഞങ്ങൾ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. അതിപ്പോഴും ആ ബന്ധം തുടരുകയാണ്. വർഗീയ ധ്രുവീകരണത്തിന് കഴിഞ്ഞ 10 വർഷക്കാലം ഇട നൽകാത്ത LDFൻ്റെ ഭരണകാലം എല്ലാവർക്കും ഓർമ്മയുണ്ട്. എന്നാൽ വർഗീയ ധ്രുവീകരണത്തിലേക്ക് കേരളത്തെ നീക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് BJPയും അതിൻ്റെ ഒപ്പം തന്നെ മിക്കവാറും ചേർന്നുകൊണ്ട് UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഗീയ സംഘർഷങ്ങൾ UDFൻ്റെ കാലത്ത് എല്ലാ കാലത്തും നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന BJPയുടെയും UDFൻ്റെയും മുദ്രാവാക്യങ്ങളും കാഴ്ചപ്പാടുകളും ഒരേ രീതിയിൽ സ്വരൂപിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന കാവ്യവൽക്കരണ നടപടികളെ നമുക്ക് എതിർക്കാതിരിക്കാൻ സാധിക്കുന്നതല്ല. ഒരുപാട് കാര്യങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇപ്പോഴും ഏറ്റവും അവസാനം വഖഫ് ബോർഡ് വിഷയത്തിൽ അവരെടുത്ത നിലപാട് കോൺഗ്രസിൻ്റെയും BJPയുടെയും നിലപാട് ഒന്നു തന്നെയാണ്. സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്ക് കീഴടങ്ങുന്ന സമീപനം വി.ഡി. സതീശനും മുസ്ലിം ലീഗും അവരുടെ സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുകയാണ്. വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ നിയമിക്കുക എന്നത് കേന്ദ്രത്തിൻ്റെ നിലപാടായിരുന്നു. അത് വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഭാഗം തന്നെയുള്ള അജണ്ടയാണ്. ഇതിനെതിരായിട്ട് കേരളത്തിൽ നിയമസഭ പ്രമേയം പാസാക്കി ഏകണ്ഠമായിട്ട് വഖഫ് ബോർഡിലേക്ക് 2 മുസ്ലിങ്ങളെ അതിൻ്റെ ഡയറക്ടർമാരായി നിയമിക്കാൻ പാടില്ല എന്ന കാര്യം വെച്ചുകൊണ്ടാണ്. അത്തരത്തിലുള്ള കേന്ദ്ര നിയമത്തിനെതിരായി കേരളം സുപ്രീം കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹർജി ഇപ്പോഴും സുപ്രീം കോടതി പരിഗണിച്ച് തീർപ്പാകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി സാധാരണ പറയുന്ന രീതിയിലുള്ള കള്ളം ഇതുമായിട്ട് ബന്ധപ്പെട്ടും വിശദീകരിക്കുകയുണ്ടായി. ഹർജി സുപ്രീം കോടതി തള്ളി എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ആ കേസിൻ്റെ വിധി വന്നു കഴിഞ്ഞിട്ടില്ല. കോടതിയിൽ ആ കേസ് നിലനിൽക്കുകയാണ്. ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി വീണ്ടും പറയുന്നത്, അതുകൊണ്ട് വഖഫ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ 2 അമുസ്ലിങ്ങളെ മെമ്പറായി കൊണ്ടുവരേണ്ടത് ബാധ്യതയായി വന്നിരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ കേസിൻ്റെ വിധി വരുന്നതിന് മുമ്പ് എന്താണോ സംഘപരിവാർ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള വ്യഗ്രതയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. വളരെ വ്യക്തതയോടുകൂടി ഇതിൻ്റെ വിശദാംശങ്ങൾ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കഴിഞ്ഞ മന്ത്രിസഭയിൽ നിയമം കൈകാര്യം ചെയ്ത മന്ത്രിയും വ്യക്തതയോടുകൂടി ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ തീരാത കേസ് തീർന്നു എന്ന് പ്രചരിപ്പിച്ച് അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ തിരികെ കയറ്റാനുള്ള സംഘപരിവാർ നിർദ്ദേശം, കാരണം ഈ കേസ് കൊടുത്തത് BJPയുടെ വൈസ് പ്രസിഡൻ്റാണ് ഹൈക്കോടതിയിൽ. അങ്ങനെ സംഘപരിവാറിൻ്റെ താല്പര്യം, നിർദ്ദേശം
നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് വി ഡി സതീശൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിടുക്കം കാണിക്കുന്നത്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് വഖഫിൽ 2 അമുസ്ലിങ്ങളെ നിയോഗിക്കുകയോ നിയോഗിക്കാം എന്ന് ഉത്തരവിൽ പറയുകയോ ചെയ്തിട്ടില്ല. ഇതിനകം വളരെ വ്യക്തതയോടുകൂടി ഈ കാര്യം വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. വഖഫ് നിയമ ഭേദഗതിക്ക് എതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ കേസിൽ കക്ഷി ചേരുകയും ചെയ്യുന്ന നിലപാടാണ് കേരളം സ്വീകരിച്ചത്. അപ്പോൾ പിണറായി സർക്കാരിൻ്റെ സുപ്രീം കോടതിയിൽ ഇടപെടൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ ശ്രമിക്കേണ്ടിയിരുന്നത്. എന്നാൽ സംഘപരിവാർ നയങ്ങൾ നടപ്പിലാക്കാൻ ധൃതി കാണിക്കുകയാണ് ഇപ്പോഴും മുഖ്യമന്ത്രി ചെയ്തത്. വി ഡി സതീശൻ സർക്കാരിന് ബുദ്ധി തെളിഞ്ഞു എന്നാണ് സംഘപരിവാർ കോടതി നടപടികൾക്ക് ശേഷം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഖഫ് ബോർഡിൽ സെക്ഷൻ 14 അനുസരിച്ച് അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കും എന്ന UDF സർക്കാരിൻ്റെ അവർക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത വാദിക്കുന്നത് സുപ്രീം കോടതിയിലെ ദൃശ്യങ്ങൾ അത് കൃത്യമായിട്ട് പുറത്തു വിട്ടുകൊണ്ട് പത്രസമ്മേളനം തന്നെ നടത്തി സഖാവ് പി രാജീവ് വ്യക്തമാക്കിയതാണ്. മുസ്ലിം ലീഗിൻ്റെ നോമിനിയും പാണക്കാട് കുടുംബാംഗവുമായ സംസ്ഥാന സർക്കാർ സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗം മർസൂഖ് ബാഫക്കി തങ്ങൾ ആണ് UDF സർക്കാരിന് വേണ്ടി ജയ്ദീപ് ഗുപ്തക്കൊപ്പം ഹാജരായത്. ലീഗിൻ്റെ നിലപാടെന്താണ് എന്നുള്ളത് വളരെ ഗൗരവമുള്ള പ്രശ്നം. വഖഫിനെ തൊട്ട് കളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി സർക്കാരിൻ്റെ കാലത്ത് PSCയുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉയർന്നു വന്നപ്പോൾ വലിയ രീതിയിലുള്ള കൂട്ടായ്മ സൃഷ്ടിച്ചവരാണവർ. ഇപ്പോഴ് വഖഫ് ബോർഡിൽ തന്നെ 2 മുസ്ലിങ്ങളെ മെമ്പറായി ചേർക്കണമെന്ന ഗവൺമെൻറ്റിൻ്റെ വിധിക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനെതിരായി സുപ്രീം കോടതിയിൽ കേസ് നടക്കുമ്പോൾ ആ കേസിൽ ഗവൺമെൻറ്റിന് വേണ്ടി ലീഗ് നേതാവ് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലുമായ മുഹമ്മദ് ഷാ ദില്ലിയിൽ നേരിട്ടെത്തി വഖഫ് കേസ് ജയ്ദീപ് ഗുപ്തക്ക് ബ്രീഫ് ചെയ്തു കൊടുത്തത് അതാവാം എന്നാണ്. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നതിൻ്റെ കൃത്യമായ അർത്ഥം. അപ്പോൾ വഖഫിൽ അമുസ്ലിങ്ങളെ അംഗങ്ങളാക്കിക്കൊണ്ട് അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനം മുസ്ലിം ലീഗ് സ്വീകരിക്കുകയാണ്. ബാബറി മസ്ജിദിൻ്റെ തകർച്ചയുടെ ഘട്ടത്തിൽ അതിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തത് അന്നത്തെ ഗവൺമെൻറ്റാണ് എന്ന്, കോൺഗ്രസ് ഗവൺമെൻറ്റാണ് എന്ന് എല്ലാവർക്കും അറിയാം. അന്ന് കോൺഗ്രസിനോടൊപ്പം ബാബറി മസ്ജിദ് തകർച്ചക്ക് കൂട്ടുനിന്നവരാണ് മുസ്ലിം ലീഗ്. അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും ശക്തിയായി സംഘപരിവാർ വിഭാഗങ്ങൾക്കൊപ്പം വി ഡി സതീശനും ചേർന്ന് ലീഗിൻ്റെ പിന്തുണയോടുകൂടി അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൻ്റെ ഭാഗമായിട്ട് മാറ്റണം. അതിൻ്റെ പ്രത്യാഘാതം മറ്റു ചില സംസ്ഥാനങ്ങളിൽ അമുസ്ലിങ്ങൾ വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിട്ട് വരുന്നു എന്നുള്ളത് വരെയാണ്. ഞാനതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇവരുദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതുകൂടി ചേർത്ത് വർഗീയ ധ്രുവീകരണത്തിലേക്ക് നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിനാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുള്ളത്. അവർ ആത്മവഞ്ചനയാണ് യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് പറഞ്ഞതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സമീപനമാണ് അവർ നിലകൊള്ളുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം, കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾ അറിയാതിരുന്ന ഒന്നാണ് വൈദ്യുതി പ്രതിസന്ധി, കരണ്ട് കട്ട്.
ഫുട്ബോൾ മേള നടക്കുന്ന സന്ദർഭത്തിൽ പോലും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വൈദ്യുതി പ്രതിസന്ധിയാണ് ഉണ്ടായത്. വൈദ്യുതി വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ജൂൺ ജൂലൈ മാസത്തിലേക്ക് ആവശ്യമായ ക്രമീകരണം നടത്തേണ്ടത് എല്ലാ സന്ദർഭങ്ങളിലും കഴിഞ്ഞ 10 വർഷവും ശരിയായ രീതിയിലുള്ള നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുന്നത്. എന്നാൽ ഈ ക്രമീകരണം നടത്തേണ്ടുന്ന സമയത്ത് തമ്മിലടിയും കോലാഹലവും അതുപോലെ തന്നെ കോലം കത്തിക്കലും ഒക്കെയായിട്ട് നടക്കുകയായിരുന്നു ഇവർ. ഇത്തവണ മഴ കുറയുമെന്ന് മെയ് മാസത്തിൽ തന്നെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ക്രമീകരണം നടത്തേണ്ടുന്ന UDF സർക്കാർ ആദ്യ നാളുകളിൽ തന്നെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് കാണാനാവുക. വൈദ്യുതി മന്ത്രി ബന്ധു നിയമനം നടത്തി വിവാദം ഉണ്ടാക്കി കുറേ ദിവസം അങ്ങനെ പോയി. ഇക്കാര്യത്തിൽ കൃത്യമായ പ്ലാനിങ് LDF സർക്കാർ ഇടപെട്ട രീതിയിൽ വൈദ്യുതി പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിച്ച 10 കൊല്ലത്തിൽ നിന്നും വ്യത്യസ്തമായി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കാണ്, കരണ്ട് കട്ടിലേക്കാണ് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു പ്രതീക്ഷയും നൽകാൻ മന്ത്രിക്ക് സാധിക്കുന്നില്ല. മന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് നമുക്കെല്ലാം പ്രാർത്ഥിക്കാം എന്നാണ്. പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് കരണ്ട് കട്ട് ഒഴിവാവില്ല എന്നെല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് കൃത്യമായി ഉത്തരം പറയേണ്ടുന്ന ബാധ്യതയുള്ള മന്ത്രി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ ലോക്കലുകളിലും വരുന്ന 26-ാം തീയതി ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും അവിടെ പ്രതിഷേധം അറിയിക്കത്തക്ക രീതിയിൽ 26-ാം തീയതി 7 മണിക്ക് പ്രതീകാത്മകമായിട്ടുള്ളൊരു സമരം എന്ന രീതിയിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും മെഴുകുതിരി തെളിയിക്കുക, എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ടുള്ള മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുക. ഇത് കേരളത്തിലുടനീളം നടത്തേണ്ടുന്ന ഒരു മെഴുകുതിരി ഉപയോഗപ്പെടുത്തി പ്രതീകാത്മകമായി ഈ കരണ്ട് കട്ടിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സമീപനം തുറന്നു കാണിക്കത്തക്ക രീതിയിൽ വീടുകളിലും അതുപോലെ തന്നെ ഈ ഓരോ മേഖലയിലും ആ രീതിയിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നൽകേണ്ടുന്ന ഫണ്ട് വലിയ രീതിയിൽ വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷവും UDFൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. മുമ്പ് ഞങ്ങൾക്കായിരുന്നു നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പോടുകൂടി ജില്ലാ പഞ്ചായത്ത് സമാസമാണെങ്കിലും ബാക്കി എല്ലാറ്റിലും അവർക്കാണ് മുൻകൈ. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറക്കുന്നു എന്നതുകൊണ്ട് മുൻകൈയുള്ള UDFൻ്റെ ഭരണ സംവിധാനമല്ലേ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുന്നതല്ല. അതിൻ്റെ ഭാഗമായി നേരത്തെ 26 പറഞ്ഞത്, അതിൻ്റെ ഭാഗമായിട്ട് ഈ UDF സർക്കാരിൻ്റെ ഈ നിലപാടിനെതിരായിട്ട് ജൂലൈ 30-ാം തീയതി ജനപ്രതിനിധികൾ സെക്രട്ടേറിയറ്റിൽ മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. LDF എന്ന രീതി തന്നെയാണ് ആ മാർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസുകളിലേക്കും ആഗസ്റ്റ് 1, 3 തീയതികളിലായി ജനകീയ സമരം സംഘടിപ്പിക്കണം എന്നും കണ്ടിട്ടുണ്ട്. അതിൽ ജനപ്രതിനിധികൾ മാത്രമല്ല നാട്ടിലെ ആളുകളെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള വലിയ ഒരു ജനകീയ സമരം ആരംഭിക്കാൻ പോവുകയാണ്. LDFൻ്റെ കാലത്ത് 17,901 കോടിയാണ് വകയിരുത്തിയിരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിപാടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി. അതിപ്പോഴും 16,369 കോടിയായിട്ട് കുറച്ചു. ആദ്യം തന്നെ കുറച്ചു.
എന്ന് പറഞ്ഞാൽ 1534 കോടി ഉറുപ്പികയുടെ കുറവാണ് ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളത്. അവസാന ഗഡു ബാക്കിയായാൽ സ്വാഭാവികമായിട്ട് മാർച്ച് ആ ഘട്ടത്തിലാണ് വരിക. സ്പിൽ ഓവർ എന്ന രീതിയിൽ 2150 കോടി ഉറുപ്പിക ബാക്കിയുണ്ട്. അത് കൊടുക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കേണ്ടതാണ്. അവസാന ഗഡു ബാക്കിയുള്ളത് 2150 കോടി രൂപ അടിയന്തരമായിട്ട് നൽകണം. ഈ വർഷത്തെ ആദ്യ ഗഡു, ഈ വർഷം ആദ്യ ഒരു ഗഡു കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഈ വർഷത്തെ, അതായത് മാർച്ച് വരെയാണല്ലോ, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഇമ്മാസത്തെ ഗഡു 3396 കോടിയാണ്. അത് കൊടുത്തിട്ടുമില്ല. മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് 1400 കോടിയും കൊടുക്കണം. ഇത്രയും പണം അനുവദിച്ചാൽ മാത്രമേ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും ജില്ലാ പഞ്ചായത്തുകൾക്കും മുമ്പ് പ്രവർത്തിച്ചു വന്നതുപോലെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അത് സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന ഈ വികസന പദ്ധതികളാകെ മുടങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് 30-ാം തീയതിയും ഇമ്മാസം 30-ാം തീയതിയും അടുത്ത മാസം 1, 3 തീയതികളിലും വലിയ പ്രതിഷേധം നടത്തി ഗവൺമെൻറ്റിനോട് ഈ കാര്യം ഉന്നയിക്കുക എന്നുള്ള പ്രശ്നം വന്നിട്ടുള്ളത്. പോലീസിൻ്റെ നടപടികൾ ഓരോന്നും വലിയ രീതിയിൽ ഹൈക്കോടതിക്ക് തന്നെ ഇടപെടേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. 2 മാസമേ ആയിട്ടുള്ളൂ അധികാരത്തിൽ വന്നിട്ട്. അപ്പോഴാണ് ഹൈക്കോടതി ചോദിക്കുന്നത്, ഇതെന്ത് പോലീസ്? ഞങ്ങളാരെങ്കിലും ചോദിക്കുന്നതാണെങ്കിൽ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞു തള്ളാം. പക്ഷേ ഇതെന്ത് പോലീസ് എന്ന് ചോദിക്കുന്നത് ഹൈക്കോടതി തന്നെയാണ്. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ ആത്മഹത്യവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഉത്തരവാദിയായ ഡോക്ടർ റാമിനെ സംരക്ഷിക്കാൻ പോലീസ് ഒത്തുകളിച്ചു എന്ന് ഹൈക്കോടതി തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ പ്രേരിതമായ രീതിയിൽ ആരെങ്കിലും പറഞ്ഞതല്ല. ഹൈക്കോടതി തന്നെ പോലീസിനെ സംബന്ധിച്ച് പറയുകയാണ്, നിങ്ങൾ ഒത്തുകളിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം ജാമ്യം കിട്ടിയത്. ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട്, DYSPക്കെതിരായിട്ട് വ്യക്തിപരമായ പരാമർശം തന്നെ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. പാവപ്പെട്ടവരെ ഉപദ്രവിക്കാനും പണക്കാരെ രക്ഷപ്പെടുത്തലുമാണോ പോലീസിൻ്റെ നിലപാട് എന്ന് കോടതി ചോദിച്ചു. ഇതിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വേർഡൻ ഉൾപ്പെടെയുള്ളവരുടെ പേരിലെടുത്തുകൊണ്ടിരിക്കുന്ന കേസിൻ്റെയും കാര്യം മനസ്സിലാക്കേണ്ടത്. അതുപോലെ കാപ്പ കേസിൽ പ്രതിയായ കൗൺസിലർക്ക് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചതും കോടതിയെ ആ നിലപാട് സ്വീകരിക്കുന്നതിൽ എത്തിച്ചതും വി ഡി സതീശൻ ഗവൺമെൻറ്റിൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നഗരസഭാ ഭരണം താൽക്കാലികമായെങ്കിലും അവർക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിച്ചത്, BJPയെ സഹായിച്ചത് ഈ രീതിയിലുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. സമരത്തിൽ പങ്കെടുത്ത SFI പ്രവർത്തകരെ മർദ്ദിക്കുകയും അവരെ ആശുപത്രി വരെ കൊണ്ടുപോകുമ്പോൾ കൈവിലങ്ങണിയിക്കുകയും ചെയ്യുന്ന ചിത്രമാണ് നമ്മളിവിടെ കേരളത്തിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങളാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2 മാസം കൊണ്ട് ഇതാണ് അവസ്ഥയെങ്കിൽ UDF ഭരണം മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നതിന് വ്യക്തമായ ഉത്തരമായിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ആഗോളവൽക്കരണ നിലപാടുകളെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ടാണ് സ്വകാര്യവൽക്കരണ സമീപനം അജണ്ടയായിട്ടാണ് UDF സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നത്. ബജറ്റ് പ്രസംഗത്തിലും നയപ്രഖ്യാപന പ്രസംഗത്തിലുമെല്ലാം ഈ നയങ്ങളാണ് വി ഡി സതീശൻ ഗവൺമെൻറ് മുന്നോട്ടേക്ക് വെച്ചത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം മുമ്പ് വിശദീകരിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതി അത് വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും നന്നായിട്ട് തൊഴിലുറപ്പ് പദ്ധതി കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ആ പദ്ധതി അട്ടിമറിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്. ഈ അട്ടിമറിക്കുന്ന നിലപാടിനെതിരായിട്ട് ഒരു അക്ഷരം പറയാൻ വി ഡി സതീശൻ ഗവൺമെൻറ് തയ്യാറില്ല. കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് തൊഴിലുറപ്പ് പദ്ധതിക്ക് പേരെല്ലാം വേറെ കൊടുത്ത് പരിപാടി തന്നെ മാറ്റിയിരിക്കുകയാണ്. അതിൽ 2090.96 കോടി രൂപ ആവശ്യമായി വരും കേരളത്തിൻ്റെ വിഹിതം എന്ന രീതിയിൽ. എന്നാൽ നീക്കിവെച്ചതാവട്ടെ 668 കോടി രൂപ മാത്രം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തൊഴിലുറപ്പ് പദ്ധതി ഏതാണ്ട് കേരളത്തിൽ നാമാവിശേഷമാകുന്നു എന്നുള്ളതാണ്.
അപ്പോൾ BJPയെ അകമഴിഞ്ഞ് പിന്തുണക്കുന്ന അദാനിക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഇന്ത്യയിലുടനീളം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. അതിനെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ അനുമതിയില്ലാതെ 49% ഓഹരി വിറ്റ നിലപാട് സ്വീകരിച്ചു MSEക്ക്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ്റിനോട് അവർ അനുവാദം വാങ്ങാൻ SEBIയെ സമീപിച്ചു. സംസ്ഥാന ഗവൺമെൻറ്റിനോട് മുൻകൂർ അനുവാദം വാങ്ങിയിട്ടില്ല. ഇതെല്ലാം കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികാരമേറ്റ ഉടനെ തന്നെ അവരന്ന് പ്രഖ്യാപിച്ചിരുന്നത് ഇന്ദിരാ ഗ്യാരണ്ടി ഞങ്ങൾ ഇപ്പോൾ തന്നെ നടപ്പിലാക്കുമെന്നാണ്. എന്നാൽ അവയൊന്നും ഫലപ്രദമായി നടപ്പിലാക്കാൻ അവർക്കായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൻ്റെ നേട്ടങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 5 ലക്ഷത്തിലധികം ആളുകൾക്ക് വീട് നൽകിയിട്ടുള്ള ലൈഫ് പദ്ധതി. അത് ഒരു വ്യക്തതയുമില്ലാത്ത രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണ്. 31.39 ലക്ഷം സ്ത്രീകൾക്ക് നൽകാൻ കഴിയുന്ന 16 ലക്ഷം സ്ത്രീകൾക്ക് നൽകിക്കൊണ്ടിരുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി ഇപ്പോഴും ഏതാണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള കണക്ട് വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള 1000 ഉറുപ്പിക മാസാമാസം ആ പദ്ധതിയും ഇപ്പോഴും ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്. ജൻസികളെ ഉദ്ദേശിച്ചുകൊണ്ട് അന്ന് വളരെ വലിയൊരു പ്രഖ്യാപനം, മോട്ടോർ വാഹനങ്ങളുടെ രൂപമാറ്റം ഞങ്ങൾ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുമെന്നാണ്. യുവതയെ വഞ്ചിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള രൂപമാറ്റവും അനുവദിക്കാതെ അവർക്കെല്ലാം പിഴയിടേണ്ടി വരുന്ന സ്ഥിതി ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുൾപ്പെടെ പണം ലഭിക്കുന്നതിനുള്ള സുതാര്യമായ സംവിധാനം ഓൺലൈൻ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനു മുമ്പ് കേരളം കൈകാര്യം ചെയ്തതാണ്. ഇതിനു പകരം പഴയ പോലെ കടലാസ് അപേക്ഷ കൊണ്ട് അതിൻ്റെ സുതാര്യതയെ പൂർണ്ണമായിട്ട് തകർക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മുമ്പുണ്ടായി ഉയർന്നു വന്ന അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സൗകര്യം ലഭിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. കപ്പൽശാല നിർമ്മിക്കുന്നതിന് വേണ്ടി ടാറ്റ 10,000 കോടി ഉറുപ്പിക ഇവിടെ നിക്ഷേപിക്കാൻ പോവുകയാണ് എന്നുള്ള കളവ് VD സതീശൻ പരസ്യമായിട്ട് പറയുന്ന സ്ഥിതി വന്നു. അത് പൂർണ്ണമായിട്ട് മാധ്യമങ്ങളും എല്ലാവരും കൂടി ചേർന്ന് അതിൻ്റെ പൊള്ളത്തരം തുറന്ന് കാണിച്ചപ്പോൾ പിന്നെ മിണ്ടാട്ടില്ലാതായി എന്നുള്ളത്. അങ്ങനെ കളവ് ഓരോന്ന് പറയുകയാണ്. ശ്രീമതി ടീച്ചർക്കെതിരായിട്ടുള്ള കടന്നാക്രമണം അത് വലിയ രീതിയിൽ ഇപ്പോൾ മാധ്യമങ്ങളുടെ ഭാഗമായിട്ട് വന്ന ഒരു പ്രശ്നമാണ്. ശ്രീമതി ടീച്ചറെ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു അരനൂറ്റാണ്ടായി കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് ശ്രീമതി ടീച്ചർക്കെതിരായി വ്യാപകമായ പ്രചാരവേല അതിന് മത്സരപരമായ രീതിയിൽ നടത്തുന്ന മാധ്യമങ്ങളുടെ ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റുമായ സഖാവ് PK ശ്രീമതി ടീച്ചറെ പറ്റി പറഞ്ഞിട്ടുള്ളത്, PK ശ്രീമതി ടീച്ചർ ഒരു MLAയുടെ ഭാര്യയുടെ പേരിലുള്ള കുടുംബ പെൻഷൻ വാങ്ങുന്നു എന്ന പച്ച കള്ളമാണ്. വ്യാപകമായ പ്രചരണമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയത്. 1960 തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം MLA ആയിരുന്ന PR കൃഷ്ണൻ്റെ ഭാര്യ PK ശ്രീമതിയാണ് ഭർത്താവിൻ്റെ മരണശേഷം കുടുംബ പെൻഷൻ കൈപ്പറ്റിയിരുന്നത് എന്നത് വസ്തുതയാണ്, എന്നതാണ് കാര്യം. എന്നാൽ ഇത് മറച്ചു. ഇപ്പോൾ രണ്ടുപേരും മരിച്ചു. അതായത് ശ്രീമതി ടീച്ചറും മരിച്ചു, അതേപോലെ തന്നെ PR കൃഷ്ണനും മരിച്ചു. എന്നാൽ സ്വാതന്ത്ര്യസമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന PR കൃഷ്ണൻ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ പട്ടികയിലാണ്. ഐക്യകേരളം രൂപം കൊള്ളുന്നതിന് മുമ്പും ഐക്യകേരളം രൂപം കൊണ്ടതിന് ശേഷവും 1960 നിയമസഭയിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളാണ്. 1998 ജൂലൈ 7 അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിൻ്റെ MLA പെൻഷനാണ് ഭാര്യ PK ശ്രീമതിക്ക് ലഭിച്ചിരുന്നത്. PR കൃഷ്ണൻ്റെ മകൻ ഇന്നലെ മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പാർട്ടി നേതാക്കൾക്കെതിരായിട്ട്, പ്രത്യേകിച്ച് വനിതാ സഖാക്കൾക്കെതിരായി
അടിച്ചുവിടുന്നതിന് യാതൊരു തരത്തിലുള്ള ജാള്യതയും കാണിക്കാത്ത ഈ പത്രപ്രവർത്തന അല്ലെങ്കിൽ മാധ്യമ ശൃംഖലയിലെ ഇത്തരം കടന്നാക്രമങ്ങളെ, വ്യാജ വാർത്ത നൽകുന്ന ഇത്തരം കടന്നാക്രമങ്ങളെ അതിശക്തിയായിട്ട് എതിർത്ത് പരാജയപ്പെടുത്തേണ്ടതുണ്ട്. മാധ്യമങ്ങളും അത് ഗൗരവപൂർവം പരിശോധിക്കേണ്ടതാണ്. തെറ്റായ വാർത്തകളുണ്ടാക്കി മനുഷ്യനെതിരായിട്ട്, സാധാരണ മനുഷ്യർക്കെതിരായിട്ട് അതിശക്തിയായ പ്രചാരവേല സംഘടിപ്പിക്കുന്ന നിലപാടിനെ അതിശക്തിയായിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി എതിർക്കുകയാണ്. ഇന്നലെ സംസ്ഥാന കമ്മിറ്റി ഈ കാര്യം പരിശോധിച്ചിട്ട് PK ശ്രീമതി ടീച്ചറോട് നിയമപരമായ നിലപാടുകൾ സ്വീകരിക്കണം, ഒപ്പം മഹിളാ പ്രസ്ഥാനം അതിശക്തിയായിട്ട് ഇതിനെതിരായിട്ടുള്ള പ്രതികരിക്കുകയും വേണം എന്നിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാൻ. ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഞങ്ങൾ മുൻവിധിയോടുകൂടി ഒന്നിനെയും സമീപിക്കുന്നില്ല. ഓരോന്നോരോന്നായിട്ട് വരുമ്പോൾ പ്രതികരിക്കാതെ മുന്നോട്ടേക്ക് പോകാനാവില്ല എന്ന നിലയുള്ള സന്ദർഭത്തിലാണ് ചെറുതായ രീതിയിൽ സമരങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും പോകേണ്ടി വരുന്നത്. രണ്ട് കാര്യമാണ്. ഒന്ന്, കറണ്ട് കട്ട്. പ്രതിഷേധിക്കാൻ പറ്റില്ല, ജനങ്ങൾക്ക് ആർക്കും പ്രതിഷേധിക്കാൻ പറ്റില്ല. രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഫലപ്രദമായ രീതിയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ. ഈ രണ്ട് കാര്യവും വെച്ച് ശക്തിയായ സമരത്തിലേക്ക് നീങ്ങുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ല ഇല്ല, അറിയില്ല. അത് സംബന്ധിച്ചുള്ള വിവരം നമ്മൾ പരിശോധിച്ചിട്ടില്ല. പക്ഷേ പാർട്ടിയിൽ അടിമുടി മാറ്റം എന്നാണ് ഈ സ്റ്റേറ്റ് കമ്മിറ്റി ഒരു മാസം പറഞ്ഞത്. അപ്പോൾ നേതൃതലങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഘടകങ്ങളിൽ മാറ്റം ഉണ്ടാകും? അല്ല, ഏതെങ്കിലും ഘടകങ്ങളിൽ, എല്ലാ ഘടകങ്ങളിലുമാണ് മാറ്റം. സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ മാറ്റം ഉണ്ടാകും. മാറ്റം എന്ന് പറയുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് സംഘടനാപരവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരമായ ഉള്ളടക്കം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള പാർട്ടി മെമ്പർ മുതൽ മേലെ, അങ്ങനെയാണ്. അതായത് പാർട്ടി മെമ്പറെ പോലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സജ്ജമാക്കുക എന്നുള്ളതാണ് ഒരു പുതുക്കിപ്പണിയൽ പാർട്ടിക്കകത്ത് ഉടനീളം നടക്കേണ്ടിയുണ്ട്. അതിൽ നിങ്ങളൊരു സ്വപ്നാണല്ലോ. അതിനുവേണ്ടിയാണല്ലോ കുറേ കാലമായിട്ട് ഇങ്ങനെ നിങ്ങൾ ഭയങ്കരമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഏതെങ്കിലും ഒരാൾ മാറുന്നതോ ഒരാൾ കൂട്ടുചേരുന്നതോ ഒന്നുമല്ല. പാർട്ടി സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങളെ ഞങ്ങൾ കൃത്യമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം ആമുഖമായിട്ട് പറയുമ്പോൾ പറഞ്ഞില്ലേ, എല്ലാ തലത്തിൽ നിന്നുമുള്ള എല്ലാ വിവരങ്ങളും പരിശോധിച്ച് ഞാൻ ഉൾപ്പെടെ എല്ലാവരും എങ്ങനെയൊക്കെ മാറണം എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തി അതിൻ്റെ തുടർച്ചയിൽ കർമ്മ പദ്ധതികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളുടെ അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതെല്ലാം സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. വേണ്ടിവരെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ അതാണ് ഉദ്ദേശം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടത്. നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാലം ആവശ്യപ്പെടുന്നതല്ല, അതിൻ്റെ അപ്പുറത്തുള്ള മാറ്റമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തുള്ള മാറ്റമാണ്. ആൾ മാറുന്നതുകൊണ്ട് ആണോ മാറ്റം ഉണ്ടാകുക? മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കെല്ലാവർക്കും അറിയാലോ, മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റത്തിന് വിധേയമാവാത്ത ഒരാളും തന്നെ നമ്മുടെ നാട്ടിലും പ്രപഞ്ചത്തിലും ഇല്ല. എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും മാറ്റം എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സ്, അവരുടെ നിലപാട് ഒക്കെ മാറ്റത്തിന് വിധേയമായി മുമ്പോട്ടേക്ക് പോകേണ്ടിയുണ്ട്. അങ്ങനെ മുന്നോട്ടേക്ക് പോകും. യെസ്. അത് നിങ്ങൾ ചില ആഗ്രഹം മാത്രം. അത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, പരിശോധിച്ചിട്ട് റിവ്യൂ എഴുതിയാൽ മതി. അങ്ങനെ പറഞ്ഞിട്ടില്ല. റിവ്യൂ റിപ്പോർട്ട് നന്നായി വായിച്ചു നോക്കിയാൽ മതി. ഒന്നും കൂടി വായിച്ചു നോക്കൂ. വായിച്ചു നോക്കൂ. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് സംഘടനാപരമായ കാര്യമല്ല. അവരുടെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളും എല്ലാം പാർട്ടി പരിശോധിച്ചുകൊണ്ടാണ് പാർട്ടി നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുക. അങ്ങനെയാണ് പാർട്ടി നിലപാട്.
പാർട്ടി സെൻട്രൽ കമ്മിറ്റി പറയുന്നത്, പാർട്ടി PB പറയുന്നത് ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനടിസ്ഥാനപ്പെടുത്തി നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് പാർട്ടി പൊതുവെ മുന്നോട്ടേക്ക് പോവുക. അതാണ് പാർട്ടി പറഞ്ഞത്. ആയിക്കോട്ടെ, അതൊക്കെ ഞങ്ങൾ വായിച്ചതല്ലേ, ഞാൻ ഉൾപ്പെടെ തയ്യാറാക്കിയ റിപ്പോർട്ടാണല്ലോ. PBയും അതുപോലെ തന്നെ CCയും തയ്യാറാക്കിയ റിപ്പോർട്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം എന്താണ് ഉപയോഗിച്ചത്. ഉപയോഗിച്ച പദം വരെ നമുക്കറിയാം. അല്ല, ഇല്ലെന്ന് പറഞ്ഞതല്ല, ഞാൻ ഇല്ല എന്നല്ല പറഞ്ഞത്. അതായത് സെൻട്രൽ കമ്മിറ്റിയുടെ, അതായത് PB തയ്യാറാക്കി സെൻട്രൽ കമ്മിറ്റിയുടെ മുമ്പിൽ വെച്ച് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു വന്ന രാഷ്ട്രീയമായ റിവ്യൂ, ആ റിവ്യൂ റിപ്പോർട്ട് കൂടി ചേർത്തുകൊണ്ടാണ് പാർട്ടി മുന്നോട്ടേക്ക് പോവുക എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് പാർട്ടി സെൻട്രൽ കമ്മിറ്റി വേറെ സംസ്ഥാന കമ്മിറ്റി വേറെ എന്ന രീതിയിൽ എടുക്കേണ്ടിയില്ല. അങ്ങനെ വരുമ്പോൾ സെൻട്രൽ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ, പാർട്ടി PBയുടെ നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ മേലയിൽ നിന്ന് വരുന്ന സഖാക്കളുടെ നിർദ്ദേശങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ട് പരിശോധിച്ചുകൊണ്ടാണ് പാർട്ടി മുമ്പോട്ടേക്ക് പോകുന്നത്. ആഴത്തിലുള്ള തിരുത്തൽ വേണമെന്ന് തന്നെയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഉടനീളം പറഞ്ഞത്, സെൻട്രൽ കമ്മിറ്റിയും പറഞ്ഞത്. ഒരു സംശയമില്ല. എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളത്, സംസ്ഥാന കമ്മിറ്റി തന്നെ പറഞ്ഞു. അതെ, അത് മാത്രമല്ല സംസ്ഥാന കമ്മിറ്റിക്ക് അതിൽ ഇടപെടാൻ കഴിഞ്ഞില്ല എന്നുള്ള ദൗർബല്യവും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ദൗർബല്യം ഇപ്പോൾ CCയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അല്ല, അതിൽ പാർട്ടി സംഘടനാപരമായ നിലപാട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പറ്റിയ പെശകായിട്ട് ഇതിനെ കാണേണ്ടതില്ല എന്ന് തന്നെയാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു കൊണ്ടുവന്ന ഒരു തീരുമാനം, ആ തീരുമാനത്തിന് അംഗീകാരം കൊടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി, സ്വാഭാവികമായിട്ടും ആ ഒരു നിലപാടിൽ അവിടെ ചർച്ച ചെയ്തപ്പോൾ ദൗർബല്യം ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടു. ആ ദൗർബല്യം പരിഹരിക്കാൻ സംസ്ഥാന കമ്മിറ്റിയും കഴിഞ്ഞിട്ടില്ല എന്ന് സംസ്ഥാന കമ്മിറ്റിയും വിലയിരുത്തി. സെൻട്രൽ കമ്മിറ്റി അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ. അതിൽ മറ്റു കാര്യങ്ങളൊന്നും അതിൻ്റെ ഭാഗമായിട്ട് വിശദീകരിക്കാനില്ല. അല്ല, വാരാന്ത പതിപ്പിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം ഉൾക്കൊള്ളണം, എന്തെല്ലാം ഉൾക്കൊള്ളണ്ട എന്നുള്ളത് ഇവിടെ പത്രക്കാരാൽ ഇരിക്കുന്നില്ലേ, അവരല്ലേ തീരുമാനിക്കുക. അതിൽ നിങ്ങളെന്തിനാണ് ഇടപെടുന്നത്? സാമാന്യ മര്യാദ അനുസരിച്ച് മറ്റു മാധ്യമങ്ങൾ അങ്ങനെ ഇടപെടാറില്ല. ഇപ്പം നിങ്ങൾ ഇടപെടുന്നത് ഒരു തിങ്കളാഴ്ച തുടങ്ങി ഒരു ദിവസം മാറിപ്പോയെന്നല്ലേ ഉള്ളൂ. അതിനകത്ത് അല്ല, അത് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, സാങ്കേതിക പ്രശ്നം കൊണ്ടാണ്. കൃത്യമായിട്ട് സ്വരാജ് തന്നെ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള സ്വരാജ് തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ഇറങ്ങാൻ തീരുമാനിച്ചത് തിങ്കളാഴ്ചയായി പോയി എന്നുള്ളത് എന്തുകൊണ്ടാണ്? ആദ്യത്തെ ദിവസം പറഞ്ഞു സാങ്കേതിക കാര്യങ്ങൾ കൊണ്ടാണ്. ആ കാര്യങ്ങൾ പരിഹരിച്ചു, അവർ ഇറക്കുകയും ചെയ്തു. ആ ലേഖനമല്ലല്ലോ തീരുമാനിക്കുന്നത് കൊടുക്കണോ കൊടുക്കേണ്ടിയൊന്നും. ഏതെങ്കിലും ഒരു ലേഖകനല്ലല്ലോ ദേശാഭിമാനി വാരിക അല്ലെങ്കിൽ സൺഡേ സപ്ലിമെൻറ്റ് പ്രസിദ്ധീകരിക്കണോ തീരുമാനിക്കുന്നത് ആ പത്രാധിപ സമിതിയല്ലേ. ആ ലേഖനമില്ല, ഒരു ലേഖനമില്ല. അത് എന്താ കൊടുക്കാതെ? അങ്ങനെ ഒരു ലേഖനം വേണ്ടേ എന്നാലേ കൊടുക്കല്? ആര് പറയുന്നുണ്ടെന്ന്? ആരാ ഉണ്ടെന്ന് പറയുന്നത്? അല്ല, ഒരു ലേഖനം എഴുതിയിട്ടായിരിക്കാം പ്രസിദ്ധീകരിക്കാൻ പറ്റാത്തത്? ഏത് എഴുത്തുകാരനാണ് ഒരു ലേഖനം എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കാൻ പറ്റാത്തത്? അത് ദേശാഭിമാനി കൊടുത്താൽ ദേശാഭിമാനി പ്രസിദ്ധീകരിക്കണോ വേണ്ടിയോ തീരുമാനിക്കുക ദേശാഭിമാനിയില്ലേ. അതാ ഞാൻ പറഞ്ഞത്, ദേശാഭിമാനി പ്രസിദ്ധീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനി അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിനെന്താ നിങ്ങളോട് പറയണ്ടായിരുന്നോ? അതൊക്കെ അവരോട് ചോദിക്കേണ്ടിയാണ്. ദേശാഭിമാനി എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചില്ല എന്ന് ചോദിക്കാൻ നിങ്ങൾ മനോരമക്കാരന് എന്താ അവകാശം? നിങ്ങൾ എത്ര പ്രസിദ്ധീകരിക്കാതിരുന്നിട്ടുണ്ട്? എത്ര വാർത്ത പ്രസിദ്ധീകരിക്കാണ്ടിരുന്നിട്ടുണ്ട്? എത്ര ലേഖനം പ്രസിദ്ധീകരിക്കാതിരുന്നിട്ടുണ്ട്? ഇമാതിരിയുള്ള മനോരമ മാത്രമൊന്നുമല്ല, മനോരമ മാത്രമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. മനോരമ മാത്രമല്ല, എല്ലാ മാധ്യമങ്ങളും ഇങ്ങനെ ലേഖനം വാങ്ങിയിട്ട് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്ത എത്രയോ അനുഭവങ്ങളുണ്ട്. തെറ്റുമില്ല. അത് പ്രസിദ്ധീകരിക്കൂല. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പ്രസിദ്ധീകരിക്കൂല. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ മനോരമ പ്രസിദ്ധീകരിക്കില്ല, മാതൃഭൂമി പ്രസിദ്ധീകരിക്കില്ല, ആരും പ്രസിദ്ധീകരിക്കില്ല. യെസ്. ആ, കള്ളം വിജയൻ എന്ന് പറഞ്ഞ ആളെയൊന്നും സമീപിച്ചിട്ടൊന്നുമില്ല. ഇല്ല, മനോരമ അതിനല്ല. ആ ആ നിരന്തര വിവാദമൊന്നുമില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അല്ല, അതുണ്ടാ തള്ളി പറയും. പിന്നെ ശരിയല്ലാതെ നിലപാട് വന്നാൽ തള്ളി പറയില്ലേ?
ശരിയല്ലാത്ത നിലപാട് ദേശാഭിമാനിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ദേശാഭിമാനിയാണ് CPIM-ൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ജിഹ്വ. അതില്ലാത്തൊരു ദിവസത്തെപ്പറ്റി ആലോചിക്കാൻ തന്നെ സാധിക്കില്ല. നിങ്ങളെല്ലാം മുമ്പിൽ എല്ലാ അർത്ഥത്തിലും പാർട്ടി വിരുദ്ധമായ, രാഷ്ട്രീയ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ച് വലതുപക്ഷ ആശയങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ കേരളത്തിൽ ദേശാഭിമാനി പോലും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയെപ്പറ്റി ഞങ്ങൾക്ക് ആലോചിക്കാനേ സാധിക്കുന്നില്ല. ഒരു ഇടതുപക്ഷക്കാരനും ആലോചിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ദേശാഭിമാനി നിങ്ങളുടെ ജാഗ്രത നല്ലത്. ദേശാഭിമാനി കുറേയും കൂടി മെച്ചപ്പെടണം, നല്ലപോലെ മെച്ചപ്പെടേണ്ടതുണ്ട് എന്നുള്ള മറ്റ് പത്രക്കാരുടെ, മനോരമയും മാതൃഭൂമി ഉൾപ്പെടെയുള്ളവരുടെ ജാഗ്രത ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നല്ലത്. ഞങ്ങൾ ജനങ്ങളുടെ പത്രമാണ് ദേശാഭിമാനി. കാരണം അതിന് മൂലധന ശക്തികളില്ല. അത് ജനങ്ങളുടെ പാർട്ടി പത്രമാണ്. അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കും, ഇനിയും ശ്രദ്ധിക്കും. നിങ്ങളുടെ നിർദ്ദേശവും വിമർശനവും എല്ലാം കൂടി ചേർത്ത് ദേശാഭിമാനിയെ കുറേയും കൂടി ശക്തിയായ രീതിയിൽ ശ്രദ്ധിച്ച് മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത്. എവിടെ? അല്ല, വാരാന്ത്യപതി മൊത്തം ചുമതല ദേശാഭിമാനി എഡിറ്റോറിയൽ ബോർഡിനാണ്. അതിലൊക്കെ വിഭജിച്ചു കൊടുത്ത പ്രവർത്തനം മാത്രമാണ്. അതിന് പ്രത്യേകിച്ച് ചുമതലയൊന്നുമില്ല. അല്ലല്ല, KR രാജനൊന്നുമില്ല. അല്ല, KR രാജനാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റിയല്ല ഇവിടെ ചോദ്യം. ദേശാഭിമാനിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേശാഭിമാനിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിനാണ്. ആ എഡിറ്റോറിയൽ ബോർഡിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന നിരവധി സഖാക്കളുണ്ട്. അവരാരൊക്കെയാണ് അതിൻ്റെ ചുമതലക്കാർ എന്ന രീതിയിൽ നമ്മളിപ്പം വിശദീകരിക്കേണ്ട കാര്യമില്ല. ആയിരുന്നു. അല്ല, ഞങ്ങൾ പറഞ്ഞതല്ല, കോടതിയും പറഞ്ഞു, അതുപോലെ തന്നെ SITയും പറഞ്ഞു. കാരണം 2 FIRലും ഇവരാരുടെയും പേരുണ്ടായിരുന്നില്ല. ആദ്യത്തെ FIRലും ഇല്ല, രണ്ടാമത്തെ FIRലും ഇല്ല. ഇപ്പോഴും ഗവൺമെൻറ് മാറി വന്നതിന് ശേഷം മന്ത്രി തന്നെ ശക്തിയായിട്ട് ഇടപെടുന്ന നിലയുണ്ടായി എന്നുള്ളത് അന്ന് വിമർശനപരമായിട്ട് വന്നെയാണ്. അതൊക്കെ വെച്ച് എന്തൊക്കെയാണ് എന്നുള്ളത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് വേണം കൃത്യമായ നിലപാട് സ്വീകരിക്കാനെന്നാണ് പാർട്ടി അതിനെ സംബന്ധിച്ച് കണ്ടിട്ടുള്ളത്. ഞങ്ങൾ SITയെ തള്ളി പറയുന്നില്ല. എന്നാൽ ഒരു ഘട്ടത്തിലും പേര് ഇല്ലാതെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പ്രശാന്തനെ ചോദ്യം ചെയ്തിട്ടുണ്ട്, പല ഘട്ടത്തിലും ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം ഒഴിവാക്കിയതാണ്. അവരുടെ പേരുമില്ല, FIRലും ഇല്ല, അതുപോലെ തന്നെ ഈ 2ലുമില്ല, 2 കേസിലും ഇല്ല. അങ്ങനെയുള്ള ഒരാളെ ഇപ്പോൾ 2 പേരെയും ഇപ്പോൾ പ്രതിയാക്കിയിരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കൊരു വ്യക്തമായ നിലപാട് പറയാൻ സാധിക്കുള്ളൂ. ആണ്. അതെ, അത് ഉൾപ്പെടെ പറയാം, നമുക്ക് നോക്കിയിട്ട് പറയാം. ഇടപെട്ടിരുന്നു എന്നുള്ള സത്യം. അതിപ്പോൾ പത്രത്തിൽ വന്നതാണല്ലോ. പത്രത്തിൽ തന്നെ അദ്ദേഹം തന്നെ കൊടുത്ത വാർത്ത പുറത്ത് വന്നതാണ്. അപ്പം മന്ത്രി തന്നെ പറഞ്ഞ കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.